ഇത് മത്സര പരീക്ഷയുടെ കാലമാണ്. നിങ്ങൾ ഒരു മത്സര പരീക്ഷാർത്ഥിയുടെ രക്ഷകർത്താവ് ആണെങ്കിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടികൾ SSLCക്കും +2നും ഒക്കെ ഹൈ ലെവലിൽ മാർക്ക് വാങ്ങിയത് കൊണ്ടാവാം, നിങ്ങളുടെ ആഗ്രഹം കൊണ്ടോ കുട്ടിയുടെ ആഗ്രഹം കൊണ്ടോ നിങ്ങൾ മത്സര പരീക്ഷകൾക്കുള്ള പ്രിപ്പറേഷൻ ആയിട്ട് അവരെ പറഞ്ഞയച്ചത്. പലപ്പോഴും മത്സര പരീക്ഷകളിൽ പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ള കുട്ടികൾ കൗൺസിലിങ്ങിനായിട്ട് ഞങ്ങളുടെ അടുത്ത് കടന്നു വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, അവർക്ക് പഠിക്കാനുള്ള കഴിവില്ലാത്തതോ അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ മോശമായതുകൊണ്ടോ ഒന്നുമല്ല അവർ പരാജയത്തിലോട്ട് പോകുന്നത്. അവർക്ക് എല്ലാവിധമായ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന അവരുടെ പാരൻസ് തന്നെ, അവരുടെ അധ്യാപകർ തന്നെ ആവശ്യമില്ലാത്ത സമ്മർദ്ദം ഇവർക്ക് കൊടുക്കാറുണ്ട്. അതായത് ചിലപ്പോൾ 1-2 പ്രാവശ്യം ഇവർ ഒരു പരാജയത്തിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പോഴും മുതൽ തുടങ്ങും. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേരള സൊസൈറ്റിയിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ കുട്ടിയെ ഇതുവരെ ആയി, കഴിഞ്ഞ പരീക്ഷയ്ക്ക് എത്ര സ്കോർ എന്നൊക്കെ ചോദിക്കും. അവിടെയൊക്കെ ഉത്തരം പറയാനുള്ള ബുദ്ധിമുട്ടും വൈകല്യങ്ങളും ഒക്കെയാണ് കുട്ടികളെ ഫോഴ്സ് ചെയ്യുന്നത്. ആ കുട്ടികളോട് പറയും, നീ ഇത് നേടിയേ പറ്റത്തുള്ളൂ. ആളുകളോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. കുട്ടികൾ അപ്പോൾ മുതൽ സ്ട്രെസ്സിലാണ്. ഇതെനിക്ക് കിട്ടാതെ പോയാൽ എൻ്റെ പാരൻസിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു തോട്ടാണ്. അതുകൊണ്ട് പാരൻസ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ രീതിയിലല്ല കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഈ വാക്കുകൾ അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് പാസ് ചെയ്യുന്നത്. അവരുടെ സ്ട്രെസ് ലെവൽ കൂടിയാൽ ബ്രെയിൻ ഫോഗ് വരും. അവർക്കൊന്നും തന്നെ തക്ക സമയത്ത് റീപ്രൊഡ്യൂസ് ചെയ്യുവാൻ പറ്റാതാവും, ഉറക്കമില്ലാതാവും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മക്കളുടെ തോളുകളിൽ കൈവച്ച് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി പറയണം, അവരുടെ കണ്ണുകളിൽ നോക്കി നിങ്ങൾ പറയണം, നിനക്കിത് പറ്റും, നിനക്കേ പറ്റത്തുള്ളൂ. നിനക്ക് നല്ല മാർക്കുകൾ വാങ്ങുവാൻ +2നും SSLCക്കും ഒക്കെ കഴിഞ്ഞില്ലേ, തീർച്ചയായിട്ടും നിനക്ക് ഇതിന് പറ്റും. നിന്നെ പോലെയുള്ള കുട്ടികളാണ് ഇതെല്ലാം നേടിയെടുത്തിരിക്കുന്നത്. ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ട്, അത് ജയമായാലും പരാജയമായാലും. ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ. അടുത്ത അവരുടെ അറ്റംപ്റ്റിൽ അവർ ഹൈ സ്കോറുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.